കോട്ടയം കുറുവിലങ്ങാട് പള്ളിയിലെ പ്രസിദ്ധമായ ആചാരമാണ് കപ്പൽ പ്രദക്ഷിണം. കടപ്പൂർ നിവാസികൾ കപ്പൽ യാത്ര നടത്തിയപ്പോൾ കടൽക്ഷോഭമുണ്ടായെന്നും കുറുവിലങ്ങാട് മാതാവിനെ പ്രാർത്ഥിച്ചപ്പോൾ കടൽ ശാന്തമായി എന്നുമാണ് ഐതിഹ്യം. യോനോ പ്രവാചകന്റെ കപ്പൽ യാത്രയും അനുസ്മരിപ്പിക്കുന്നതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരം. കേരളത്തിലെ അതിപുരാതനമായ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നാണ് കോട്ടയം കുറവിലങ്ങാട് പള്ളി. AD 105 നിർമ്മിച്ച ദേവാലയമെന്നാണ് കരുതപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കന്നുകാലികളെ മേയിച്ച് നടന്ന് കാട്ടിലകപ്പെട്ട ഇടയബാലകർക്ക് പരിശുദ്ധ കന്യാമറിയം മുത്തിയമ്മയുടെ രൂപത്തിൽ ഇവിടെ വെച്ച് ദർശനം നൽകുകയും ദാഹജലത്തിനായി നീരുറവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഇവിടെ 3 നോയമ്പ് തിരുനാളിൻ്റെ ഭാഗമായി പള്ളിയിൽ നടക്കുന്ന ഒരു പ്രസിദ്ധമായ ആചാരമാണ് കപ്പൽ പ്രദക്ഷിണം. പണ്ടുകാലത്ത് കടപ്പൂർ നിവാസികൾ കപ്പൽ യാത്ര നടത്തിയപ്പോൾ കടൽക്ഷോഭമുണ്ടാക്കുകയും കുറവിലങ്ങാട് മാതാവിനെ പ്രാർത്ഥിച്ചപ്പോൾ കടൽ ശാന്തമായി എന്നാണ് വിശ്വാസം. ഈ സംഭവത്തിൻ്റെ പുനരാവിഷ്കാരമായാണ് ഓരോ വർഷവും മുടങ്ങാതെ കപ്പൽ പ്രദക്ഷിണം പള്ളിയിൽ നടക്കുന്നത്. വിശ്വാസികൾ കപ്പൽ കൈകളിൽ വഹിച്ചുകൊണ്ട് പള്ളിക്ക് പ്രദക്ഷിണം വയ്ക്കും. കടൽക്ഷോഭത്തിൽ കപ്പൽ ആടി ഉലിയുന്ന പ്രതീതി വരുത്തും വിധമാണ് വിശ്വാസികൾ കപ്പൽ ഉലയ്ക്കുന്നത്. അടിത്തട്ട് തകർക്കുവാൻ ഇരുമ്പിയാർക്കുന്ന വെള്ളം വീഴുവാൻ വായ്പൊളിച്ച് നിൽക്കുന്ന പടുകൂറ്റൻ വമ്പൻ സ്രാവുകൾ ദൈവത്തിന്റെ വാക്കുതിക്കടിച്ച യോനായുടെ കപ്പൽ യാത്രയിൽ കപ്പലിലുള്ള യോനോ പ്രവാചകൻ കടലിലേക്ക് എടുത്തെറിയപ്പെടുമ്പോഴാണ് പ്രദക്ഷിണം അവസാനിക്കുന്നത്. കടപ്പൂർ നിവാസികളാണ് പാരമ്പര്യമായി കപ്പൽ വഹിക്കുന്നത്. പെരുന്നാളിന് ആനയെ എഴുന്നള്ളിക്കുന്ന പള്ളി കൂടിയാണ് കുറവിലങ്ങാട് പള്ളി. മുത്തിയമ്മയുടെ തിടമ്പേറ്റി ഗജവീരൻ പള്ളിയുടെ ആനവാതിലിന് മുൻപിലെത്തി തിരുസ്വരൂപം വണങ്ങും. ശേഷം പള്ളിമുറ്റത്തെ കൽക്കുരിശിനെയും വണങ്ങി പ്രദക്ഷിണം വെച്ച് തിരികെ മടങ്ങും. ഈ ചടങ്ങിന് ശേഷമാണ് കൽക്കുരിശിനു ചുറ്റും കപ്പൽ പ്രദക്ഷിണം നടക്കുന്നത്. കപ്പൽ പ്രദക്ഷിണം ദർശിക്കാനായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും പള്ളിയിൽ എത്തുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.